കോൺഗ്രസ് നേതാവ് ടി ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് അംഗത്വം രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. എന്നാൽ രാജി സ്വീകരിക്കില്ലെന്നും പ്രശ്നം പരിഹരിക്കുമെന്നും KPCC നേതൃത്വം അറിയിച്ചു. അതേസമയം 2011 ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന തങ്കമണി ദിവാകരൻ BJPയിൽ ചേർന്നു. തിരുവനന്തപുരത്തെ BJP ഓഫീസിലെത്തിയാണ് അംഗത്വം സ്വീകരിച്ചത്. എന്നോടും പല സ്ത്രീകളോടും കാണിക്കുന്ന അവഗണന ഈ പാർട്ടിയിൽ ഏറ്റവും വലിയ പാർട്ടിയെ ഉയർച്ചയിൽ എത്തിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് രണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ K കരുണാകരൻ മാറിപ്പോയപ്പോഴും ഇതിനകത്ത് നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. അന്ന് കുറച്ച് സ്ത്രീകളെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളാണ് എല്ലാ സ്ത്രീകളെയും അതുപോലെ പാർട്ടിയിലും പ്രവർത്തിച്ച് കൊണ്ടുവരാൻ നിന്നത്. പക്ഷേ അതുപോലെ തന്നെ സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനം കുറവ്. ഞാൻ കുറച്ച് നാളുകൊണ്ട് അതിനകത്തുനിന്ന് വിട്ടു നിൽക്കാൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഞാൻ വിഭാവന ചെയ്തതും ഞാൻ സ്വപ്നം കണ്ട പാർട്ടി അല്ലാതെ ഈ പാർട്ടി മാറിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. എനിക്ക് അല്ല, ഞാനായിട്ട് പോയതല്ല, എനിക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു അതിനകത്ത്. തിരുവനന്തപുരത്ത് നിന്ന് എ.വി. ജയശങ്കർ വിവരങ്ങൾ നൽകും. ജയശങ്കർ, ഈ ശരത്ചന്ദ്ര പ്രസാദിന്റെ രാജി സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ടോ? ശരത്ചന്ദ്ര പ്രസാദ് അതിൽ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്ക് രാജിക്കത്ത് കൈമാറി എന്നാണ് പറയുന്നത്. രമേശ് ചെന്നിത്തലയ്ക്കാണോ, അദ്ദേഹം KPCC അധ്യക്ഷനാണല്ലോ, രാജിക്കത്ത് കൈമാറേണ്ടത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് ഉറച്ചു നിൽക്കാനാണോ, രാജി തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ? വിജയകുമാർ, അല്പസമയം മുമ്പാണ് ടി ശരത്ചന്ദ്ര പ്രസാദ് നേതൃത്വത്തിന് രാജിക്കത്ത് കൈമാറിയത്. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള വ്യക്തി എന്നുള്ള നിലയിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കത്ത് കൈമാറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വങ്ങൾ രാജിവെക്കുന്നു എന്നാണ് കത്തിൽ പറയുന്നത്. തിരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട ചുമതലകൾ ലഭിക്കാത്തതിലെ അതൃപ്തിയാണ് ഇത്തരത്തിലൊരു രാജിയിലേക്ക് നയിച്ചത്. പല യുവ നേതാക്കൾക്കുൾപ്പെടെ പല മണ്ഡലങ്ങളുടെയും ചുമതല നൽകിയപ്പോൾ മുൻ MLA കൂടിയായ ശരത്ചന്ദ്ര പ്രസാദിന് ഒരു മണ്ഡലത്തിൻ്റെയോ ഒരു പ്രദേശത്തിൻ്റെയോ ചുമതല നേതൃത്വം നൽകിയില്ല. ഇതുമായി ബന്ധപ്പെട്ട കടുത്ത അമർഷമാണ് ഇദ്ദേഹം ഒരു രാജിക്കത്തിലൂടെ നേതൃത്വത്തിന് മുന്നിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ രാജി കാര്യവുമായി ബന്ധപ്പെട്ട KPCC നേതൃത്വം ചർച്ച നടത്തുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. രാജി അംഗീകരിക്കില്ലെന്നും പാർട്ടിയിൽ തുടരണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിരവധി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ മുൻ MLA കൂടിയായ ഒരു KPCC എക്സിക്യൂട്ടീവ് മെമ്പർ പാർട്ടി വിടുമ്പോൾ അത് വലിയ ദോഷമായിരിക്കും പാർട്ടിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ആ ക്ഷീണം മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ തന്നെ ഇക്കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടതായാണ് നമ്മൾ അറിയുന്നത്. പിന്നെ മറ്റൊരു വിഷയം, ഇതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണത്തിനില്ലെന്നാണ് ശരത്ചന്ദ്ര പ്രസാദിന്റെ പ്രതികരണം. തൻ്റെ വിഷയങ്ങൾ താൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് രാജിക്കത്ത് കൈമാറിയത്. ഇതിലെന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ അത് എടുക്കേണ്ടത് നേതൃത്വമാണെന്നും കാര്യങ്ങൾ നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇന്ന് തന്നെ തങ്കമണി ദിവാകരൻ എന്ന ഒരു മുതിർന്ന ജില്ലയിലെ കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയാണ് പാർട്ടി വിട്ടത്. ഇതെല്ലാം വലിയ ദോഷമായിരിക്കുന്ന ഘട്ടത്തിലാണ് മറ്റൊരു മുൻ MLA, ഒരു KPCC എക്സിക്യൂട്ടീവ് മെമ്പർ രാജി സമർപ്പിക്കുന്നത്. BJPയിലേക്ക് പോകുന്ന അഭ്യൂഹവും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ചർച്ച നടത്തുന്നത്. എന്തായാലും പാർട്ടി നേതൃത്വം ഈ വിഷയം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്, പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ശരത്ചന്ദ്ര പ്രസാദും നിലവിൽ മറ്റ് തീരുമാനങ്ങളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല, പരസ്യ പ്രതികരണത്തിന് തയ്യാറുമല്ല. നേതൃത്വം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ പാർട്ടിയിൽ തന്നെ തുടരാമെന്നൊരു നിലപാട് അദ്ദേഹത്തിനുണ്ട് എന്നാണ് വിജയകുമാർ നമ്മൾ മനസ്സിലാക്കുന്നത്. എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ തീരുമാനം അറിയിച്ചിട്ടില്ല. എന്താണ് തുടർ നടപടി? തെരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല നേതൃത്വം. ചർച്ച തുടരുന്നു എന്നതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ.